നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകാൻ കെപിസിസി സംഘടിപ്പിക്കുന്ന ദ്വിദിന ക്യാമ്പിന് ഇന്ന് സുൽത്താൻ ബത്തേരിയിൽ തുടക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളാണ് ക്യാമ്പിൽ ചർച്ചയാവുക. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും വിലയിരുത്തും. സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾക്ക് ക്യാമ്പ് രൂപം നൽകും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. അഭിജിത്ത് മുഴക്കുന്നാണ് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ചേരുന്നത്. അഭിജിത്ത്, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ, ഒരുക്കങ്ങൾ നിശ്ചയിക്കാനും കച്ചുകെട്ടി ഇറങ്ങുകയാണ് കോൺഗ്രസിന്. മുന്നോടിയായുള്ള യോഗങ്ങളാണ്, ദ്വിദിന ക്യാമ്പാണ് ഇന്ന് തുടക്കമാവുന്ന സുൽത്താൻ ബത്തേരിയിൽ. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമായും എന്തൊക്കെയാണ് ക്യാമ്പിൽ പ്രധാനമായും ചർച്ചയാവുക? തദ്ദേശ തെരഞ്ഞെടുപ്പ് നൽകിയ വലിയ വിജയം അത് കോൺഗ്രസിന് ഒരു പ്രതീക്ഷയായി മുന്നിലുണ്ട്. ആ വിജയം മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുക, അത് ലക്ഷ്യമിട്ട് അതിന്റെ തന്ത്രങ്ങൾ മെനയുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഈ നേതൃ ക്യാമ്പിനുള്ളത്. ഇന്നിപ്പോൾ 9:30 KC വേണുഗോപാലാണ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുക. ചോദിച്ചതുപോലെ തന്നെ കൃത്യമായി തന്നെ സ്ഥാനാർത്ഥികളെ ആദ്യം തന്നെ തർക്കങ്ങളില്ലാതെ നിശ്ചയിക്കുക, അതിനെ തുടർന്ന് ഈ ഏതൊക്കെ നിയമസഭാ മണ്ഡലങ്ങളിൽ വിജയം നോക്കി വിജയത്തെ മുൻനിർത്തിക്കൊണ്ട് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക, ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ വലിയ ചർച്ച ഉയർന്നു വന്നതാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ ഏത് രീതിയിലാണ് MP-മാർ ഉൾപ്പെടെ മത്സരിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു ചർച്ചയായി മുന്നിലുണ്ടായിരുന്നതാണ്. വിജയം മാത്രം പരിഗണിച്ചായിരിക്കും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമെടുക്കുകയും ചെയ്യുക. MP-മാർ മത്സരിച്ചാൽ വിജയിക്കുമോ എന്നുള്ള കാര്യത്തിൽ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. കണ്ണൂർ സീറ്റിൽ ഉൾപ്പെടെ K. സുധാകരൻ താൻ മത്സരിക്കാൻ സന്നദ്ധനാണ് എന്ന കാര്യവും പറഞ്ഞതാണ്. പക്ഷേ അപ്പോഴും ഈ MP-മാരൊക്കെ മത്സര രംഗത്തേക്ക് വരികയാണെങ്കിൽ കൂടുതൽ MP-മാർ ഈ മത്സര സന്നദ്ധത പ്രകടിപ്പിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നു. അങ്ങനെ തർക്കങ്ങളില്ലാതെ കൃത്യമായ രീതിയിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചുകൊണ്ട് സീറ്റ് വിഭജനം പൂർത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ലീഗ് ഉൾപ്പെടെ അധിക സീറ്റ് ചോദിക്കുമെന്ന ആവശ്യം ഒക്കെ ലീഗ് സംസ്ഥാന അധ്യക്ഷനൊക്കെ മുന്നോട്ട് വെച്ചതാണ്. ആ തരത്തിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തങ്ങൾ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ ഏതൊക്കെയെന്ന് തന്നെയാകും ഇന്ന് നടക്കുന്ന നേതൃ ക്യാമ്പിൽ പ്രധാനപ്പെട്ട ചർച്ചയാവുക. മുൻനിര നേതാക്കളൊക്കെ തന്നെ ഈ ക്യാമ്പിന്റെ ഭാഗമായി എത്തുകയും ചെയ്യും. തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട്, തന്ത്രങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ സുൽത്താൻ ബത്തേരിയിൽ നടക്കുന്ന നേതൃക്യാമ്പിൽ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വെക്കുന്ന കാര്യവും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായും സുൽത്താൻ ബത്തേരിയിൽ ഒരു ക്യാമ്പ് നടന്നിരുന്നു. അതിന്റെ തുടർച്ചയെന്നോണമാണ് വലിയ വിജയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടാൻ UDF-ന് കോൺഗ്രസിനൊക്കെ കഴിഞ്ഞത്. അതിനാൽ തന്നെ വലിയ പ്രതീക്ഷയാണ് ഈ ഒരു നേതൃ ക്യാമ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വച്ചു പുലർത്തുന്നത്. അഭിജിത്ത്, ഒരു പടി മുന്നേ തന്നെ എന്നുള്ള രീതിയിൽ പറയേണ്ടിയിരിക്കുന്നു. അതായത് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്നതിനും അതിനായിട്ടുള്ള ഒരുക്കങ്ങളും ഒക്കെ വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് വലിയ മുന്നൊരുക്കങ്ങൾ മുൻകൂട്ടി അത് കൂടുതൽ സമയമെടുത്ത് ചെയ്യുക എന്നുള്ളത് തന്നെ ആ ഒരു നീക്കമാണ് കാണുന്നത്. ഇപ്പോൾ സ്ക്രീനിംഗ് കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് കഴിഞ്ഞ ദിവസം അതിന്റെ മധുസൂദൻ മിസ്ത്രിയെ തീരുമാനിച്ചു കഴിഞ്ഞു. ഇതിൽ ആ രീതിയിൽ ഒരു വലിയ മുന്നൊരുക്കത്തിലേക്ക് തന്നെ പോകുന്നു എന്നുള്ളതാണ് ഈ നീക്കങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കേണ്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു വിജയം അത് നൽകുന്ന ഒരു ആത്മവിശ്വാസം കൂടി ഇതിലുണ്ടല്ലേ? അക്കാര്യത്തിൽ സംശയമില്ല. വലിയ വിജയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടാൻ UDF-നെ സംബന്ധിച്ചായിട്ടുണ്ട്. LDF-ന്റെ ഭരണം നിലനിൽക്കെ തന്നെ അതിനോടുള്ള ഒരു എതിർപ്പ് എന്ന നിലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്തു എന്നുള്ളത് തന്നെയാണ് UDF വിലയിരുത്തുന്നത്. അപ്പോൾ ആ ഒരു വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൂടി കൊണ്ടുപോവുക, അവിടെ തർക്കങ്ങളൊന്നുമില്ലാതെ തന്നെ ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് പ്രത്യേകിച്ചും ലക്ഷ്യമിടുന്നത്. അതിന് കൃത്യമായി തന്നെ എല്ലാ സമവാക്യങ്ങളും പരിഗണിക്കുക എന്നുള്ളത് നിശ്ചയമായും അവരുടെ മുന്നിലുള്ള കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒരുപക്ഷെ തർക്കങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ട് ഒരു സ്ഥാനാർത്ഥികളെ ഓരോ മണ്ഡലങ്ങളിലേക്കും നിശ്ചയിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതിന് ഒരു തന്ത്രം, ഏത് രീതിയിലായിരിക്കും തങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് എന്നുള്ളതിൻ്റെ തന്ത്രം തന്നെയാണ് ഈ ഒരു നേതൃ ക്യാമ്പിനെ കൊണ്ട് കോൺഗ്രസ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ MP-മാർ ഉൾപ്പെടെ മത്സരിക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. നിലവിലിപ്പോൾ വലിയ ഈ സർവേ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി കോൺഗ്രസ് ഇതിനോടകം തന്നെ രംഗത്തുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആരൊക്കെ നിന്നാൽ ജയിക്കും എന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമികമായ ചർച്ചയിലേക്ക് തന്നെ കോൺഗ്രസ് ഇതിനോടകം കടക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ സ്ഥാനാർത്ഥികളെ ആദ്യം തന്നെ നിശ്ചയിച്ച് പ്രചാരണത്തിനിറങ്ങുക. കാരണം ഇനിയിപ്പോൾ മാസങ്ങൾ മാത്രമാണ് മുന്നിൽ അവശേഷിക്കുന്നത്. അപ്പോൾ കൃത്യമായി തന്നെ ഒരു പ്ലാനിങ്ങോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് എങ്കിൽ 90 സീറ്റിനപ്പുറം 100 സീറ്റിലേക്കൊക്കെ എത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ കോൺഗ്രസിനുണ്ട്, UDF-നുണ്ട്. അത് കണക്കാക്കി തന്നെയാണ് ഇങ്ങനെ ഒരു ക്യാമ്പിലേക്ക് കോൺഗ്രസ് കടക്കുകയും ചെയ്യുന്നത്. ശരി, KPCC-യുടെ ദ്വിദിന ക്യാമ്പിനാണ് ഇന്ന് തുടക്കമാവുക. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്.